മധുരമാം മുമ്പരത്തിൻ കഥയറിയാൻ പോകാം. മരണത്തിൽ പോലും മിന്നും സ്മരണ തേടിപ്പോകാം. ആർത്തിരമ്പും ആ നീലിമയിൽ അലിഞ്ഞാലെന്താ, മുകിൽ ബാഷ്പമായി മറഞ്ഞാലെന്താ തോഴ. ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീണു. ഈ റൊമാൻറ്റിക് ലവ് പോയംസ് ഒക്കെ ഇല്ലേ, വാട്ട് സ്റ്റുപ്പിഡിറ്റി ആം ഐ ടോക്കിംഗ്. ലവ് പോയംസ് റൊമാൻറ്റിക് ആണല്ലോ ഒത്തിരി. അല്ല, എപ്പോഴും എനിക്കിതെന്താ പറ്റിയ. എന്തായാലും ഇത്തരം പോയംസ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളെ ഓർമ്മ വരും. എനിക്ക് നല്ല ഇതൊക്കെ ആസ്വദിക്കാൻ കുറച്ച് കഴിവുള്ളവർക്കെല്ലാം പ്രണയിക്കുന്ന ആ ആളെ തന്നെയാണ് ഓർമ്മ വരിക. അവരാണ് മനസ്സിലേക്ക് വരിക. പക്ഷേ ഇത്രയൊന്നും എഴുതാൻ, ഞാൻ അതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഇത്രയും സാഹിത്യപരമായിട്ട് എഴുതാനൊന്നും അറിയത്തില്ല. ബട്ട് ഇഷ്ടപ്പെടുന്ന ആളോട് ഇപ്പോഴും പറയാനൊന്നും എൻ്റെ അടുത്തുണ്ട്. ഐ ലവ് ഹിം. അത്രയ്ക്ക് എനിക്ക് അയാളോട് ഇഷ്ടമാണെന്ന്. നിങ്ങൾക്കും അങ്ങനെയാണ് പറയാൻ കാണുകയല്ലേ? പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരമാണ് ക്ലബ് FM-ൽ കേട്ടുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM, കൂടെ റീണു. ഈ വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? വേൾഡ് ബൈസിക്കിൾ ഡേ. ഈ സൈക്കിൾ എന്ന് പറയുന്ന സംഭവമല്ലേ, അതിനെക്കുറിച്ച് ഓർത്താൽ നമ്മുടെ ഒന്നും തലമുറയിൽ അത്രയും പ്രണയവുമായിട്ട് റിലേറ്റഡ് ആവുമെന്ന് സംശയമുണ്ട്. എന്താ അറിയോ, നമ്മളൊക്കെ ഇപ്പോൾ ഗിയർലെസ് വണ്ടികളിലോട്ട് കടന്നു. ഒരു 16 ആകുമ്പോഴത്തേനും നമ്മൾ എങ്ങനെയെങ്കിലും ഈ സൈക്കിൾ ചവിട്ടാനൊന്നും ഇഷ്ടമില്ലാത്തവരാ. പക്ഷെ നമ്മുടെ തൊട്ട് മുന്നിലത്തെ ഒരു കാലഘട്ടം അവർ മുഴുവൻ പ്രണയിച്ചത് ശരിക്കും ഈ സൈക്കിളിലൊക്കെയാണ്. കുറേയൊക്കെ സിനിമകളിലെ സീൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ സിനിമയിലും തന്നെ കാണും. ഒന്നെങ്കിൽ നായകൻ നായികയും കൊണ്ട് സൈക്കിളിൽ പോകുന്നു, അല്ലെങ്കിൽ അത് സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ ആരുടെയും മുന്നിൽ ചെന്ന് ചാടുന്നു, അവരത് മനസ്സിലാക്കുന്നു. പലപ്പോഴും ഈ പ്രണയം ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു സീൻ അത് കാണുമ്പോൾ നമുക്കും തോന്നും ഇഷ്ടപ്പെടുന്ന ആളുടെ മുന്നിൽ സൈക്കിളിൽ വരുന്ന ഒന്ന് പോകണമെന്നൊക്കെ ഇല്ലേ, തോന്നിയിട്ടില്ലേ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ എൻ്റെ ലവ് കോട്ടിന് നിങ്ങളൊരു കമൻറ്റ് ഇടണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീണു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. നിന്നോട് എനിക്ക് പ്രണയമാണ്, ഒത്തിരി പറഞ്ഞാൽ തീരാത്തത്ര പ്രണയം എന്ന് പറയാനായിട്ട് ഓരോ കാമുകനും ഓരോ കാമുകിയും ആഗ്രഹിക്കുന്നുണ്ട്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീണു. ഈ ഒരു പ്രണയം തുറന്നു പറയണമെന്ന് നമ്മളെല്ലാവരും വിചാരിക്കാറുണ്ട്. പക്ഷേ പറ്റുന്നവരെ വളരെ കുറവാണ്. ചിലപ്പോൾ ധൈര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ അയാൾക്ക് വേറൊരു പ്രണയം കാണും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസണായിട്ട് ശരിക്കും നമുക്കത് തുറന്നു പറയാൻ പറ്റാറില്ല. പിന്നെ ഈ ബൈസിക്കിൾ ഡേയിൽ ഞാൻ കുറച്ച് ബൈസിക്കിൾ സ്റ്റോറീസ് പറയാം. ബൈസിക്കിളും പ്രണയവുമായിട്ട് സിനിമകളിൽ കാണിച്ചിരിക്കുന്ന കുറേ രംഗങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ പലരുടെയും ലൈഫിലുണ്ടായിരിക്കും ഇങ്ങനത്തെ ചില ബൈസിക്കിൾ സ്റ്റോറീസ്. ബട്ട് ഏറ്റവും ആദ്യം സൈക്കിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓർമ്മ വരുന്ന ഒരു സീൻ ഏതാ? കൺകൾ രണ്ടാലല്ലേ, അതിലിങ്ങനെ സൈക്കിളിൽ പോകുന്നതും അവൻ ഫോളോ ചെയ്യുന്നതും എല്ലാം ശരിക്കും ആ ഒരു കാലഘട്ടത്തിലെ സിനിമയും കൂടെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇല്ലേ? അവൾ അവളുടെ ചേട്ടൻ്റെ പുറകിൽ പോകുമ്പോൾ ഇവൻ നോക്കി നിൽക്കുന്നത്, ഇനി അവൻ ഇവളെ കാണാൻ ഓരോ സ്ഥലത്ത് വരുന്നത് ഈ സൈക്കിളിൽ, അത് കഴിഞ്ഞിട്ട് അവൻ ആ സൈക്കിളിൽ മറിഞ്ഞു വീഴുന്നത്. ശരിക്കും ആ സൈക്കിളിന് ആ ഒരു പ്രണയത്തിൽ വലിയൊരു പങ്കുണ്ട്. പണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലായിടത്തും എത്താനൊക്കെ വേഗം പറ്റുമോ? അപ്പോൾ സൈക്കിൾ മാത്രമേ ഉള്ളൂ. കിലോമീറ്ററുകളോളം സൈക്കിൾ ചവിട്ടി പ്രണയിനിയെ കാണാൻ പോയവരെയൊക്കെ അറിയാം. അങ്ങനത്തെ ഒരു സ്റ്റോറി ഞാൻ പറയാം കേട്ടോ. പക്ഷെ അതിന് മുന്നേ നിങ്ങൾക്ക് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ നമ്പർ 567678, ഫോമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM-ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ് വിത്ത് റീണു. ഒരു സൈക്കിൾ സ്റ്റോറിയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞല്ലോ, കുറേ ഉണ്ട് കേട്ടോ. അതിൽ രണ്ടുമൊന്നാണ് ഞാൻ പറയാം. ഈ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സൈക്കിൾ രംഗമുണ്ട്. എന്താണെന്നറിയാമോ? ഈ കാമുകന്മാരൊക്കെ ക്ലാസ്സിന് പുറത്തിങ്ങനെ സൈക്കിൾ ഇങ്ങനെ അടുക്കി വെച്ച് നിൽക്കായിരിക്കും. അപ്പോൾ ആ സൈക്കിളിൽ ചാരി നിന്നിട്ടാണ് വരുന്ന പെൺകുട്ടികളെയൊക്കെ നോക്കുന്നത്. അല്ലെങ്കിൽ ഈ സൈക്കിളിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് അവളുടെ സൈക്കിളിൻ്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലും താഴെ ഇടുക, എടുക്കുക, അങ്ങനെ സംസാരിക്കാൻ നോക്കുക. ഇങ്ങനത്തെ കുറേ രംഗങ്ങൾ സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് വരാം. ഞാൻ 8th പഠിക്കുന്ന സമയത്ത്, അപ്പോൾ 10th പഠിക്കുന്നൊരു ചേട്ടൻ ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്, ഞാനിങ്ങനെ ചേട്ടനെ നോക്കുന്നുണ്ട്. എൻ്റെ സൈഡ് മാത്രം കുറച്ച് പറയരുതല്ലോ, ഞാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യമായിട്ട് ഈ ചേട്ടൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന എങ്ങനെയാണെന്നറിയോ? ചേട്ടൻ്റെ പേര് പറയുന്നില്ല, നിങ്ങൾ നോക്കണ്ട, ശ്രദ്ധിച്ചിരിക്കണ്ട, പറയാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. 18 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ടാണ് ആ കക്ഷി എൻ്റെ വീടിന് മുന്നിൽ വന്നത്. അവൻ്റെ വീട് എവിടെയാണെന്നൊക്കെ എനിക്കറിയായിരുന്നു. ഞാൻ ഫ്രണ്ടിൽ എൻ്റെ അനിയനും ഞാനും എൻ്റെ അപ്പയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സൈക്കിൾ അതിലെ പോകുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഫേസ്. ഈശ്വര, ഇവൻ കുറച്ച് കഴിഞ്ഞ് അതേ സൈക്കിളിൽ തിരിച്ചു പോകുന്നു. ശരിക്കുണ്ടല്ലോ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയാണ്.
8ൽ പഠിക്കുന്നത്. എക്സൈറ്റ്മെൻറ്റിനേക്കാളുപരി അപ്പച്ചനിരിപ്പുണ്ട്, അനിയനിരിപ്പുണ്ട്, എൻ്റെ ഈശ്വര ആരെങ്കിലും കണ്ടോ ശ്രദ്ധിച്ചോ. ബിക്കോസ് മൈ ബ്രദർ അവൻ ആ സെയിം സ്കൂളിലായിരുന്നു കുറേ നാൾ വരെ. അപ്പം മാറിയെങ്കിലും ഈ സീനിയേഴ്സിനെയൊക്കെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയാമല്ലോ. പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ദേ പോയി 2 റൗണ്ടും കൂടെ. അവസാനം എനിക്ക് ടെൻഷൻ കയറിയിട്ട് ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറി കേർട്ടനിലൂടെ ഇങ്ങനെ നോക്കിയിരുന്നു. എൻ്റെ ഈശ്വര ഇനിയും വരുന്നുണ്ടോ? ഇതുപോലത്തെ സൈക്കിൾ സ്റ്റോറീസ് ഉണ്ടോ? എന്തായാലും എൻ്റെ അടുത്ത് പറയണം. നമ്പർ 567678 ഫോർമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.